ഹലോ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു മോക്ക് ടെസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതികളുടെ മോക്ക് ടെസ്റ്റ് ആണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം, വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മുതൽ 65 പ്രായപരിധിയിലുള്ള തൊഴിലില്ലാത്തവർക്കായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? അപ്പൊ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. 50 മുതൽ 65 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള തൊഴിലില്ലാത്തവർക്കായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, നവജീവൻ പദ്ധതിയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, പഠിച്ചു വെക്കണം. നവജീവൻ പദ്ധതിയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു പദ്ധതി കൂടിയാണ്, പഠിക്കണം. എന്താണ് നവജീവൻ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50നും 65നും വയസ്സിന് പ്രായപരിധിയിലുള്ള തൊഴിലില്ലാത്തവർക്കായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, രണ്ടാമത്തെ ചോദ്യം. സ്നേഹാരാമം പദ്ധതി ഏത് ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കുന്നത്? സ്നേഹാരാമം പദ്ധതി ഏത് ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കുന്നത്? അപ്പൊ നമുക്കറിയാം, സ്നേഹാരാമം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചാണ് ഓൾറെഡി, നമ്മുടെ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയാണ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ. എന്താണ്? വേസ്റ്റായി കിടക്കുന്ന, അതായത് മാലിന്യമുക്തമായിട്ട് കിടക്കുന്ന കൂമ്പാരങ്ങൾ നീക്കി അവിടെ എന്താണ് ഗാർഡൻ, പൂന്തോട്ടം, പാർക്കുകളും ഒക്കെ നിർമ്മിക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. അതായത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് വന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വന്ന പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മാലിന്യ കൂമ്പാരങ്ങൾ നീട്ടി പൂന്തോട്ടം അല്ലെങ്കിൽ പാർക്ക് നിർമ്മിക്കലാണ് സ്നേഹാരാമം പദ്ധതിയുടെ ലക്ഷ്യം. പഠിച്ചു വെക്കണം. സ്നേഹാരാമം പദ്ധതി ഏത് ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കുന്നത്? മാലിന്യ കൂമ്പാരങ്ങൾ നീക്കി പൂന്തോട്ടം അല്ലെങ്കിൽ പാർക്ക് നിർമ്മിക്കലാണ് സ്നേഹാരാമം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണത്തിനായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? അപ്പൊ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണത്തിനായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ലഹരി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കത്തില്ലേ? അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. കണക്ട് ചെയ്തോണേ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. പഠിച്ചു വെക്കണം. ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണത്തിനായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ആണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അടുത്ത ചോദ്യം. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ അങ്കണവാടിയിലും സ്കൂളിലും ചേർക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ അങ്കണവാടിയിലും സ്കൂളിലും ചേർക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ജ്യോതി പദ്ധതിയാണ് കേട്ടോ. ഇതും റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷയ്ക്ക് PYQ ചോദിച്ചതാണ്, പഠിച്ചു വെക്കണം. അപ്പൊ എന്താണ് നാലാമത്തെ ചോദ്യം? എന്താണ്? കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ അങ്കണവാടിയിലും സ്കൂളിലും ചേർക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ജ്യോതി പദ്ധതിയാണ്. അഞ്ചാമത്തെ ചോദ്യം. വൃക്ക രോഗികൾക്കും ഹീമോഫീലിയ ബാധിതർക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? വൃക്ക രോഗികൾക്കും ഹീമോഫീലിയ ബാധിതർക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സമാശ്വാസം പദ്ധതിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. വൃക്ക രോഗികൾക്കും ഹീമോഫീലിയ ബാധിതർക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി സമാശ്വാസം പദ്ധതിയാണ്. സമാശ്വാസം പദ്ധതിയാണ്. അടുത്ത ചോദ്യം. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിദ്യാഭ്യാസത്തിനും പുനരധിവാസത്തിനുമായി നടപ്പാക്കുന്ന പദ്ധതി. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിദ്യാഭ്യാസത്തിനും പുനരധിവാസത്തിനുമായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ആ പദ്ധതി നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സമന്വയ പദ്ധതിയാണ് കേട്ടോ. സമന്വയ പദ്ധതി. അപ്പൊ സമാശ്വാസം പദ്ധതി എന്ന് പറഞ്ഞാൽ വൃക്ക രോഗികൾക്കും ഹീമോഫീലിയ ബാധിതർക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. സമന്വയ പദ്ധതിയാണ് കേട്ടോ. നോട്ട്, രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ. സമന്വയ പദ്ധതിയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വിദ്യാഭ്യാസത്തിനും പുനരധിവാസത്തിനുമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് സമന്വയ പദ്ധതി. ഇനി അടുത്തത്. ശൈലി ആപ്പ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ആരാണെന്നാണ്. അപ്പൊ ശൈലി ആപ്പ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ആരാണ്? പോലീസാണോ, അധ്യാപകരാണോ, വനംവകുപ്പാണോ, ആശാപ്രവർത്തകരാണോ? നമുക്കറിയാം, ശൈലി ആപ്പ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്. ആശാപ്രവർത്തകരാണ് ശൈലി ആപ്പ് ഉപയോഗിക്കുന്നത്. നോക്കാം. ശൈലി ആപ്പ് ഏത് രോഗങ്ങൾ കണ്ടെത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിനാണ് കേട്ടോ. അപ്പൊ ശൈലി ആപ്പ് ഉപയോഗിക്കുന്നത് ഏത് രോഗങ്ങൾ കണ്ടെത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്? ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിനാണ്. അപ്പൊ ഇനി എന്താണ് ജസ്റ്റ് ഒന്ന് ശൈലി ആപ്പ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ 30 വയസ്സ്, നോട്ട് ചെയ്തോണേ, 30 വയസ്സിന് മുകളിലുള്ള
30 വയസ്സിന് മുകളിലുള്ളവരുടെ എന്താണ് ജീവിതശൈലി രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ് കേട്ടോ. അത് യൂസ് ചെയ്യുന്നത് ആശാപ്രവർത്തകരാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ശൈലി ആപ്പ് എന്താണ്? 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗ നിർണ്ണയങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ്. അതായത് അവരുടെ ഡാറ്റാസും കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്തും അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ്. അത് യൂസ് ചെയ്യുന്നത് ആശാപ്രവർത്തകരാണ്. പഠിച്ചു വെക്കണം. ശൈലി ആപ്പ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ആശാപ്രവർത്തകർ. ശൈലി ആപ്പ് ഏത് രോഗങ്ങൾ കണ്ടെത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്? ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിനാണ്. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം, നിരാമയ ഇൻഷുറൻസ് പദ്ധതി ആർക്കാണ്? അപ്പൊ നിരാമയ ഇൻഷുറൻസ് പദ്ധതി ആരാണ്? നിരാമയ ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭിന്നശേഷിക്കാരാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. നിരാമയ ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ഭിന്നശേഷിക്കാർ. ഇനി നിരാമയ പദ്ധതിയിൽ 1 വർഷം വരെ ലഭിക്കുന്ന ചികിത്സാ ധനസഹായം എത്രയാണ്? അപ്പൊ നിരാമയ പദ്ധതിയിൽ 1 വർഷം വരെ ലഭിക്കുന്ന ചികിത്സാ ധനസഹായ പദ്ധതി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1 ലക്ഷം രൂപയാണ് കേട്ടോ. പ്രതിവർഷം 1 ലക്ഷമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. നിരാമയ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ഇൻഷുറൻസ് പദ്ധതി. ആ നിരാമയ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ധനസഹായം ലഭിക്കുന്നതായിരിക്കും ഈ ഒരു പദ്ധതി പ്രകാരം കേട്ടോ. നിരാമയ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് നമ്മൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ടെലഗ്രാമിലും വാട്സാപ്പിലുമായിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ്സസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലൈവിന് കയറാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡർ സെക്ഷൻ ക്ലാസ്സസ് നിങ്ങൾ ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ ഇതിന് മുമ്പെയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് റെക്കോർഡർ സെക്ഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ PDF നോട്ട്സ്, നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. റിവിഷൻ ക്ലാസ്സസ്, റിവിഷൻ ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ 2025 ജനുവരി മുതൽ 2026 ജൂൺ വരെയുള്ള എല്ലാ മാസത്തിലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. മന്ത്ലി കറണ്ട് അഫയേഴ്സ് എടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ക്ലാസ്സുകളും നോട്ടുകളും നമ്മുടെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ടോപ്പിക്കിനോടൊപ്പം തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്താണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. വെറും 200 രൂപ മാത്രമേ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഈ ബാച്ചിന്റെ ഡ്യൂറേഷൻ ആണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരെയായിരിക്കും ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു അത് തന്നെയല്ല, ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും 10ഉം 20 മാർക്കുകളൊക്കെ ആയിരിക്കും കറണ്ട് അഫയേഴ്സ് പാർട്ട് എന്ന് ചോദിക്കുന്നത്. ആ മാർക്ക് നമുക്ക് പക്കയാക്കി തരാം. അതോടൊപ്പം തന്നെ അടുത്ത വർഷം നടക്കുന്ന LDC 2027 എക്സാംസിന് വേണ്ടിയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഒക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതിന് അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, അങ്കണവാടി കുട്ടികളുടെ വളർച്ച നിരീക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? അങ്കണവാടി കുട്ടികളുടെ വളർച്ച നിരീക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കുഞ്ഞൂസ് കാർഡ് കേട്ടോ. കുഞ്ഞൂസ് കാർഡ് നമുക്കറിയാം, കുഞ്ഞു കുട്ടികളല്ലേ അംഗൻവാടി പോകുന്നത്. അപ്പൊ അവരുടെ കാർഡ് എന്തായിരിക്കും? കുഞ്ഞൂസ് കാർഡ്. അടുത്ത ചോദ്യം, ടാങ്കറുകളിൽ കുടിവെള്ള വിതരണം നിയന്ത്രിക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? ടാങ്കറുകളിൽ കുടിവെള്ള വിതരണം നിയന്ത്രിക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സുജലം സുലഭം പദ്ധതിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ടാങ്കറുകളിൽ കുടിവെള്ള വിതരണം കേട്ടോ. ടാങ്കറുകളിൽ കുടിവെള്ള വിതരണം നിയന്ത്രിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് സുജലം സുലഭം പദ്ധതി. 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒരു തൈ നടാം എന്നാണ്. ഹരിത കർമ്മ സേനയ്ക്ക് നൽകിയ ഇലക്ട്രിക് ട്രൈ സൈക്കിളിന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹരിതവാഹിനിയാണ് കേട്ടോ. ഹരിത കർമ്മ സേനയ്ക്ക് നൽകിയ ഇലക്ട്രിക് ട്രൈ സൈക്കിളിന്റെ പേരാണ് ഹരിതവാഹിനി. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഈ ഒരു ഹരിതവാഹിനി സൈക്കിള് നൽകിയത് കേട്ടോ. ഇലക്ട്രിക് സൈക്കിള് നൽകിയത് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, അതിഥി തൊഴിലാളികളുടെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്ന പദ്ധതി ഏതാണ്? അതിഥി തൊഴിലാളികളുടെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആയിയെ ഏക് സാത്ത് സീഗെ എന്നാണ് കേട്ടോ. ആയിയെ ഏക് സാത്ത് സീഗെ കേട്ടോ. അതിഥി തൊഴിലാളികളുടെ, മറ്റേത് കുടിയേറ്റ തൊഴിലാളികളുടെയാണ് ജ്യോതി പദ്ധതി എങ്കിൽ ഇത് അതിഥി തൊഴിലാളികളുടെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് ആയിയെ ഏക് സാത്ത് സീഗെ. ഇനി അടുത്ത ചോദ്യം,
വനവിഭവങ്ങൾ ശേഖരിച്ച് ആദിവാസികൾക്ക് വരുമാനം നൽകുന്ന പദ്ധതി ഏതാണ്? വനവിഭവങ്ങൾ ശേഖരിച്ച് ആദിവാസികൾക്ക് വരുമാനം നൽകുന്ന പദ്ധതിയാണ് ഓപ്ഷൻ സി ആണ് വനാമൃതം പദ്ധതി കേട്ടോ. വനാമൃതം പദ്ധതി. അടുത്ത ചോദ്യം, പ്രസവശേഷം അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന പദ്ധതി കേട്ടോ. പ്രസവശേഷം അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ജീവൻ പദ്ധതിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. പ്രസവശേഷം അമ്മയ്ക്ക്, അതായത് നമ്മുടെ കഴിഞ്ഞ വർഷം നടന്ന അതാണ് നമ്മുടെ പരിസ്ഥിതി ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് കേട്ടോ. അപ്പൊ പ്രസവശേഷം കേട്ടോ, പ്രസവശേഷം അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന പദ്ധതിയായിരുന്നു ജീവൻ പദ്ധതി. അടുത്ത ചോദ്യം, കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ കണ്ടെത്തി സംരക്ഷണം നൽകുന്ന പദ്ധതി. അപ്പൊ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ കണ്ടെത്തി സംരക്ഷണം നൽകുന്ന പദ്ധതി ഇതാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. നമുക്കറിയാം ആൻസർ ഓപ്ഷൻ ബി ആണ് സുരക്ഷാമിത്രം പദ്ധതിയാണ് കേട്ടോ. സുരക്ഷാമിത്രം പദ്ധതിയാണ്. അപ്പൊ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ കണ്ടെത്തി സംരക്ഷണം നൽകുന്ന പദ്ധതിയാണ് സുരക്ഷാമിത്രം പദ്ധതി. കേരളത്തിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച കോർപ്പറേഷൻ ആൻസർ ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് കേട്ടോ. അപ്പൊ കേരളത്തിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അടുത്ത ചോദ്യം, അതിർത്തി പഞ്ചായത്തുകളിൽ പച്ചമതിൽ തീർക്കുന്ന പദ്ധതി ഏതാണ്? അതായത് കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ പച്ചമതിൽ, ബോർഡർ പ്രദേശങ്ങളിലൊക്കെ പച്ചമതിൽ തീർക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി കേട്ടോ. ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. അപ്പൊ പഠിച്ചു വെക്കണം, കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ പച്ചമതിൽ തീർക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈൻ ആക്കുന്ന പദ്ധതി ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈൻ ആക്കുന്ന പദ്ധതിയാണ് ആൻസർ ഓപ്ഷൻ സി കെ സ്മാർട്ട് പദ്ധതി കേട്ടോ. കെ സ്മാർട്ട് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. തദ്ദേശ സ്വയംഭരണ, അത് ഇന്നലെ നടന്ന പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചു ഈ ഒരു ചോദ്യം കേട്ടോ. കെ സ്മാർട്ട്, അത് എനിക്ക് തോന്നുന്നു സാമൂഹ്യ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്നിട്ട് തെറ്റായിട്ടാണ് ചോദിച്ചത്. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് എന്നാണ് ചോദിച്ചത്. അപ്പൊ അതാണ് തെറ്റായിട്ടാണ് സ്റ്റേറ്റ്മെന്റ് വന്നത് ഇന്നലത്തെ പരീക്ഷയ്ക്ക്, കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയ്ക്ക്. പഠിച്ചു വെക്കണം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈൻ ആക്കുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് കേട്ടോ. കെ സ്മാർട്ട്, കേരള സ്മാർട്ട് എന്ന് പറയും. ഇനി ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ കെ സ്മാർട്ട് നിലവിൽ വന്നതെന്നാണ്. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ കെ സ്മാർട്ട് നിലവിൽ വന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാം. 2025 ഏപ്രിൽ 10 കേട്ടോ. പഠിക്കണേ, ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ കെ സ്മാർട്ട് നിലവിൽ വന്നത് 2025 ഏപ്രിൽ 10. അടുത്ത ചോദ്യം, പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്താൻ ആരംഭിച്ച പദ്ധതി. പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്താൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സമഗ്ര ഗുണമേന്മ പദ്ധതിയാണ് കേട്ടോ. പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്താൻ ആരംഭിച്ച പദ്ധതി സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഇത് PYQ ആണേ. റീസെന്റ് ആയിട്ട് നടന്ന 2 പരീക്ഷകളിൽ ഈ ഒരു ചോദ്യം ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ ഇനിയും ചോദിക്കാം. അപ്പൊ കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് അഥവാ ത്വക്ക് ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? നമുക്കറിയാം ആൻസർ ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ്. അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏതാണ്? അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിന്റെ പുതിയ പദ്ധതി ഏതാണ്? സമയം പദ്ധതിയാണ് കേട്ടോ. ഓപ്ഷൻ എ സമയം പദ്ധതി. അതിവേഗം എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്യാലോ, സമയം പദ്ധതിയാണ്. അടുത്ത ചോദ്യം, സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് ആണ് കേട്ടോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. അടുത്തത്, സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ വിജിലൻസ് പരിശോധനയുടെ പേരെന്താണ്? സബ് രജിസ്ട്രാർ ഓഫീസ്, കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ വിജിലൻസ് പരിശോധനയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് ആണ് കേട്ടോ. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. എക്സൈസ് വകുപ്പ് ലഹരി മരുന്ന് വ്യാപനം തടയാൻ അടുത്തിടെ ആരംഭിച്ച ഓപ്പറേഷൻ. എക്സൈസ് വകുപ്പ് ലഹരി വ്യാപനം തടയാൻ അടുത്തിടെ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ തണ്ടർ ആണ് കേട്ടോ. ഓപ്പറേഷൻ തണ്ടർ ആണ്. അപ്പൊ പഠിച്ചു വെക്കണേ, എക്സൈസ് വകുപ്പ് ലഹരി മരുന്ന് വ്യാപനം തടയാൻ അടുത്തിടെ ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ തണ്ടർ കേട്ടോ. അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്ന് പറഞ്ഞ കേരള പോലീസ് ആരംഭിച്ച ലഹരി വ്യാപനം തടയാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ചത് ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ തണ്ടർ കേട്ടോ. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ. ഓപ്പറേഷൻ തണ്ടർ കേരള പോലീസ് ലഹരി മരുന്ന് വ്യാപനം തടയാൻ വേണ്ടി ആരംഭിച്ച ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ തണ്ടർ എക്സൈസ് വകുപ്പ് ലഹരി മരുന്ന് വ്യാപനം തടയാനോ ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ തണ്ടർ കേട്ടോ. തണ്ടർ എക്സൈസിന്റെയും തൂഫാൻ ഓപ്പറേഷൻ തൂഫാൻ കേരള പോലീസിന്റെയും ആയിരിക്കും കേട്ടോ. അടുത്തത് വേണ്ടി നോക്കാം.
അടുത്ത ചോദ്യം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വെളിച്ചെണ്ണയിലെ മായം കണ്ടെത്താൻ നടത്തിയ ഓപ്പറേഷൻ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വെളിച്ചെണ്ണയിലെ മായം കണ്ടെത്താൻ നടത്തിയ ഓപ്പറേഷൻ ഇതാണ്. നമുക്കറിയാം ഓപ്പറേഷൻ സി, ഓപ്പറേഷൻ നാളികേരിയാണ് കേട്ടോ. ഓപ്പറേഷൻ നാളികേരിയാണ്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിലെ നുംകൂർ എന്ന ഭൂട്ടാനീസ് വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിലെ നുംകൂർ എന്ന ഭൂട്ടാനീസ് വാക്കിന്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, വാഹനമാണ് കേട്ടോ, വാഹനം. നമുക്കറിയാം ഓപ്പറേഷൻ നുംകൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പറേഷൻ നുംകൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇവിടുന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടത്തി വന്നിട്ട് ഇവിടെ അമിത വിലയ്ക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ടാക്സ് വെട്ടിച്ച് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നുംകൂർ. നുംകൂർ എന്ന വാക്ക് ഭൂട്ടാനിൽ നിന്ന് വന്നെയാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വാഹനം എന്നാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഇനി ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അതായത് മോക്ക് ടെസ്റ്റ് സീരീസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മതി. ഇതുപോലുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വ്യൂസ് വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വ്യൂസ് കൂടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ ഇതുപോലുള്ള പ്രയോജനപ്രദമാവുന്ന ക്ലാസ്സുകൾ വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.